വളരെ പോഷക ഗുണമുള്ളതും ആരോഗ്യ ഗുണമുള്ളതുമായ ഒരു പച്ചക്കറിയാണ് ബ്രോക്കോളി. ഇവയിൽ കലോറി കുറവാണെങ്കിലും അവശ്യ വിറ്റമിനുകളും ധാതുക്കളും ഫൈറ്റോ ന്യൂട്രിയന്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കൂടാതെ വിറ്റമിനുകളായ സി, കെ, എ, ഫോളേറ്റ്, പൊട്ടാസ്യം, ഫൈബർ എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ പോഷകങ്ങൾ ബ്രോക്കോളിയിലുണ്ട്. മൊത്തത്തിലുള്ള ആരോഗ്യത്തിൽ ഈ പോഷകങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നു. എന്നാൽ ബ്രോക്കോളി വെറുതെ കറി വെച്ച് കഴിച്ചാൽ അവയുടെ മുഴുവൻ ഗുണങ്ങളും കിട്ടണമെന്നില്ല. പാകം ചെയ്യുമ്പോഴുള്ള താപനിലയും വെള്ളവും സമയവുമൊക്കെ ബ്രോക്കോളിയിലെ പോഷകങ്ങളുടെ അളവിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ബ്രോക്കോളി പാകം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും ചെയ്യുന്ന അബദ്ധമാണ് ബ്രോക്കോളി വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നത്. അതിലടങ്ങിയ പ്രാണികളെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഇത് അവയുടെ പോഷക ഗുണത്തെയും ബാധിക്കും. ഇതിലെ വിറ്റമിൻ സിയും മറ്റ് പോഷകങ്ങളും ആ വെള്ളത്തിലേക്ക് അലിഞ്ഞു പോകും. കൂടാതെ ബ്രോക്കോളിയുടെ കടും പച്ചനിറം മാറാനും കാരണമാകും. ബ്രോക്കോളി പാകം ചെയ്യാൻ ഏറ്റവും ഉചിതം ആവിയിൽ വേവിക്കുന്നതാണ്. ഇത് നേരിട്ട് വെള്ളത്തിലിടാത്തതുകൊണ്ട് വിറ്റമിൻ സിയും മറ്റു ഗുണങ്ങളും അതിൽ തന്നെ നിലനിൽക്കും. 5 മുതൽ 7 മിനിറ്റ് വരെ മാത്രം ആവി കൊള്ളിക്കുന്നതാണ് രുചി നിലനിർത്താൻ ഏറ്റവും നല്ലത്. ആവിയിൽ വേവിച്ച ഉടൻ തന്നെ ബ്രോക്കോളി കഷ്ണങ്ങൾ ഐസ് വെള്ളത്തിൽ ഒന്ന് കഴുകുന്നത് അതിൻ്റെ കടും പച്ചനിറം മാറാതെ ഇരിക്കാൻ സഹായിക്കും. മൈക്രോവേവിലോ ഓവനിലോ വെച്ച് റോസ്റ്റ് ചെയ്യുന്നത് ബ്രോക്കോളിയുടെ രുചി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തിളക്കമുള്ളതിനേക്കാൾ ഭേദമാണെങ്കിലും ആവിയിൽ വേവിക്കുന്ന അത്ര ഗുണം ഇതിൽ കിട്ടില്ല.